أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ليستأذنكم الذين ملكت أيمانكم والذين لم يبلغوا الحلم منكم 3 مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء 3 عورات لكم ليس عليكم ولا عليهم جناح بعدهن طوافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم. وإذا بلغ الأطفال منكم الحلم فليستأذنوا كما استأذن الذين من قبلهم كذلك يبين الله لكم آياته والله عليم حكيم. സൂറത്തുൻ നൂർ 58-9. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ചവരെ, ലിയസ്തഅ്ദിൻകും, നിങ്ങളോട് അനുവാദം ചോദിക്കട്ടെ, അല്ലദീന മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ അടിമകൾ, വല്ലദീന ലം യുബ്ലുഗുൽ ഹുലുമ മിൻകും, നിങ്ങളിൽ നിന്ന് പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവരും, സലാസ മർറാത്തിൻ, 3 തവണ, മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി, ഫജ്ർ നമസ്കാരത്തിന്റെ മുമ്പ്, വഹീന തദഊന സിയാബക്കും, വഹീന തദഊന, നിങ്ങൾ അഴിച്ചു വെക്കുന്ന അവസരത്തിലും, സിയാബക്കും, നിങ്ങളുടെ മേൽവസ്ത്രം, മിനൽ ലഹീറത്തി, ഉച്ച സമയത്തിൽ, വമിൻ ബഅദി സ്വലാത്തിൽ ഇശാഇ, ഇശാ നമസ്കാരത്തിന്റെ ശേഷവും, 3 ഔറാത്തിലക്കും, നിങ്ങൾക്കുള്ള 3 സ്വകാര്യതകൾ, അഥവാ 3 സ്വകാര്യതകളാകുന്നു ഇത് എന്നർത്ഥം. ലൈസ അലൈക്കും, നിങ്ങൾക്ക് മേലില്ല, വല അലൈഹിം, അവർക്ക് മേലുമില്ല, ജുനാഹൻ, ഒരു കുറ്റവും, ബഅദഹുന്ന, അതിനുശേഷം, അല്ലെങ്കിൽ അവയ്ക്ക് ശേഷം, അഥവാ ആ 3 സമയത്തിന് ശേഷം. തവാഫൂന അലൈക്കും, തവാഫൂന, അവർ ചുറ്റിത്തിരിയുന്നവരാണ്, അലൈക്കും, നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ, ബഅദുക്കും അലാ ബഅദിൻ, പരസ്പരം, കദാലിക, ചിലർക്കുമേൽ എന്ന് പറഞ്ഞാൽ പരസ്പരം എന്നർത്ഥം. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അപ്രകാരം അല്ലാഹു ആയത്തുകൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനും അത്രേ. വഇദാ ബലഗൽ അത്ഫാലു മിൻകും, നിങ്ങളിൽ നിന്നുള്ള കുട്ടികൾ എത്തിയാൽ, തിഫ്ലുൻ ജംഉ അത്ഫാൽ, അൽ ഹുലുമ, പ്രായപൂർത്തി, ഫൽയസ്തഅ്ദിനൂ, അപ്പോൾ അവർ അനുവാദം ചോദിക്കട്ടെ, കമസ്തഅ്ദനല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർ അനുവാദം ചോദിച്ചതുപോലെ. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തിഹി, അപ്രകാരം അല്ലാഹു അവന്റെ ആയത്തുകൾ വിവരിച്ചു തരുന്നു. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. ഈ ആയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആയത്തിൽ പറയുന്നത് നമ്മൾ വീട്ടിൽ നടപ്പിലാക്കേണ്ട ഒരു സദാചാര വ്യവസ്ഥയാണ്. അത്തരം കുറെ കാര്യങ്ങൾ പറഞ്ഞു വരികയായിരുന്നു 34-ാമത്തെ ആയത്ത് വരെ. ആ 34-ാമത്തെ ആയത്തിന് ശേഷം 35-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ പ്രകാശത്തെക്കുറിച്ചും അതാർക്കാണ് കിട്ടുക എന്നും അത് കിട്ടാത്തവരാരാണെന്നും, അതുപോലെ കിട്ടിയിട്ടും കിട്ടാതിരുന്ന മുനാഫിക്കുകളെ കുറിച്ചും അവരുടെ കപട നിലപാടുകളെ കുറിച്ചും, അവർ റസൂലുള്ളാഹിനെ അനുസരിക്കാമെന്ന് പറഞ്ഞ് അനുസരിക്കാത്തിൽ നിന്ന് പിന്തിരിയുന്നതിനെ കുറിച്ചുമൊക്കെ പറഞ്ഞു. പിന്നീട് സത്യവിശ്വാസികളോട് അള്ളാഹുവിനോടും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ എന്നിട്ട് നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ അതിന്റെ ബാധ്യത നിങ്ങൾക്കായിരിക്കും, അദ്ദേഹത്തെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ സന്മാർഗത്തിലാകുമെന്ന് പറഞ്ഞു. പിന്നെ ആ വിശ്വാസികൾക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള ലോകത്ത് തന്നെ ദീന് നടപ്പിലാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അതിനവർ ചെയ്യേണ്ടത് നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും റസൂലിനെ അനുസരിക്കുകയുമാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞ ആ സദാചാര ചിട്ടയിലേക്ക് തിരിച്ചു പോകുകയാണ്.
കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ അടിസ്ഥാനങ്ങൾ പറയുക എന്നത് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. അതുകൊണ്ടാണ് ഈമാനിനെ കുറിച്ചും ഈ മോമിനിങ്ങൾക്കുള്ള വാഗ്ദാനം മുനാഫിക്കുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞത്. വേറെ ഒരു സാങ്കത്യവും കൂടി ഇവിടെ അതിനുണ്ട്. അതെന്താന്ന് വെച്ചാൽ റസൂലിനെ അനുസരിക്കുമ്പോഴാണ് ഹിദായത്ത് കിട്ടുക. അതുപോലെ തന്നെ ആ ദീന് നടപ്പിലാക്കി കൊടുക്കുകയും നിർഭയത്വം വരികയും ചെയ്യാൻ റസൂലിനെ അനുസരിക്കൽ പറഞ്ഞല്ലോ. അഖീമുസ്സലാത്ത വാത്തു സക്കാത്ത വാത്തു റസൂല. ഇനി അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം എന്ന് പറയുന്നത്, അഥവാ ഒരു അനുസരണ വ്യവസ്ഥ, ദീൻ എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം അതാണ്. അത് സത്യവിശ്വാസികൾ അവരുടെ വീട്ടിൽ നിന്ന്, കുട്ടികളിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഇതാണ് ഇവിടെ ഇത് ഇവിടെ ചേർത്തതിന്റെ സാങ്കത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത് മുഴുവനും ഇങ്ങനെ കുട്ടിയായിരിക്കെ അനുസരിക്കേണ്ടത്, മുതിർന്നവരായിരിക്കെ അനുസരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടക്ക് ചില ഇളവുകൾ, വാർദ്ധക്യ സഹജമായ അവസ്ഥയിലെത്തിയവർക്കുള്ള ഇളവുകൾ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിലുള്ള അനുവാദം ചോദിക്കലുകൾ, ചോദിക്കേണ്ടാത്തവർ, പിന്നെ അങ്ങനെ തുടങ്ങി. പിന്നെ പൊതുകാര്യത്തിൽ ഇസ്ലാമിക നേതൃത്വത്തെ അനുസരിക്കുന്നവർ, അങ്ങനെ ചെറുപ്പം മുതൽ വീട്ടിൽ നിന്ന് ശീലിക്കേണ്ട ഒരു അനുസരണ വ്യവസ്ഥയുണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ അടിത്തറയായിട്ട്. ഓരോരുത്തരും അവനവൻ തോന്നിയതുപോലെ ജീവിക്കുക എന്ന ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിക ജീവിത രീതിയുമായി ബന്ധപ്പെട്ടതല്ല. പകരം ചോദിക്കാനും പറയാനും. അപ്പൊ അത് നേരത്തെ വീട്ടിൽ അനുവാദം ചോദിച്ചിട്ട് കയറണം എന്ന് പറഞ്ഞിട്ട് പിന്നെ മൊത്തം ചില അനുസരണങ്ങളും അനുവാദങ്ങളും വിവരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ പോലും തോന്നിയതുപോലെ നടക്കുകയല്ല, പകരം വീട്ടിൽ കുട്ടികൾ പെരുമാറുന്നത് പോലും ചില ചിട്ടകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടാവണം എന്ന് മുഅ്മിനീങ്ങളായ വലിയവരെ വിളിച്ചു പറയുകയാണ്. അവരോട്, കുട്ടികളോട് പറയല്ലോ അത് ചെയ്യുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ലയസ്തഅ്ദിനുക്കുമുല്ലദീന മലക്കത്ത് അയ്മാനുക്കും. നേരത്തെ കാണാൻ പാടുള്ളവർ അവർക്ക് മറക്കുന്ന വിഷയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടിലുണ്ടാകുന്ന ഒരു വിഷയമാണ് ഇങ്ങനെ ഭൃത്യന്മാരും കുട്ടികളും ഒക്കെ ഇടകലർന്നാണല്ലോ വീട്ടിലുണ്ടാകുക. അപ്പൊ അത്തരം ആളുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? അപ്പൊ അത് പൂർണ്ണമായും അവര് കാണാനേ പാടില്ല എന്ന ഒരു നിർബന്ധം പിടിക്കലില്ല. എന്നാൽ സ്വതന്ത്രമായിട്ട് ഒരു നിയന്ത്രണവുമില്ലാതെ ഉള്ള ഒരവസ്ഥയും അനുവദിക്കുന്നില്ല. അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ആണ് ഈ പറയുന്നത്. അപ്പൊ മലക്കത്ത് അയ്മാന് ആയ ആളുകൾ, അഥവാ അടിമകളായ ആളുകൾ, അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും, യജമാനന്റെ മുറിയിലേക്ക് വരുമ്പോൾ അനുവാദം ചോദിച്ചിട്ട് വരണം. നേരത്തെ അന്യരുടെ വീട്ടിൽ കയറുമ്പോൾ അനുവാദം ചോദിക്കണം എന്ന് പറഞ്ഞതുപോലെ വീട്ടിലുള്ള മുതിർന്നവരുടെ മുറിയിലേക്ക് ചെല്ലുന്ന ഭൃത്യന്മാര് അനുവാദം ചോദിക്കണം, ആണായാലും പെണ്ണായാലും. വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും, അതുപോലെ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികൾ, അവരും അനുവാദം ചോദിക്കണം. ഹുലും എന്ന് പറഞ്ഞാൽ ലൈംഗികമായി ശരീരം വളർച്ച പ്രാപിച്ചിരിക്കുന്ന അവസ്ഥക്കാണ് ഹുലും എന്ന് പറയാം. സ്വപ്നസ്ഖലനം ഉണ്ടാവുക, അല്ലെങ്കിൽ മെച്യൂരിറ്റി വരിക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ഹുലും എന്നതുകൊണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ട് പ്രായപൂർത്തിയുടെ അതിരും പരമ്പിനെ കുറിച്ചൊക്കെ ഫുഖാക്കൾക്കിടയിൽ വലിയ ചർച്ചയുണ്ട്. ചില ആളുകളുടെ അഭിപ്രായം ഈ പെൺകുട്ടികൾക്ക് ഈ മെച്യൂരിറ്റി വരിക, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് സ്ഖലനമുണ്ടാകുന്ന പ്രായമാകുക, അത് എത്ര വയസ്സിലാണോ ഉണ്ടാകുന്നത് അപ്പോൾ അവർ പ്രായപൂർത്തിയാകും. ആയിട്ടില്ലെങ്കിൽ 15 വയസ്സ് കണക്കാക്കണം എന്നൊക്കെയുണ്ട്. അതും കൂടി ബന്ധമില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായത്തിൽ 17 വയസ്സായാലാണ് പ്രായപൂർത്തിയാകുക. അതുപോലെ ബലഹുൻ നിക്കാഹി, വിവാഹപ്രായം എത്തുമ്പോൾ എന്ന് പറയുന്നുണ്ടല്ലോ അനാഥ കുട്ടികളെ കുറിച്ച് ഖുർആൻ. അപ്പൊ അവിടെയൊക്കെ വിവാഹം കഴിക്കാൻ, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എന്നൊക്കെയുള്ള പ്രായം എത്തുമ്പോൾ എന്നാണ്. അത് ഓരോ സമൂഹത്തിലും വ്യത്യസ്ത പ്രായത്തിലും വർഷത്തിലും ആയിരിക്കും എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. എല്ലായിടത്തും ഒരുപോലെ 15 വയസ്സ്, ഒരുപോലെ 17 വയസ്സ് എന്നല്ല. അതുപോലെ തന്നെ ഈ ശാരീരിക മെച്യൂരിറ്റി എത്തിയത് കൊണ്ട് മാനസിക മെച്യൂരിറ്റി എത്തണമെന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ 9 വയസ്സാകുമ്പോൾ മെൻസസ് ആകും പെൺകുട്ടികൾക്ക്. പക്ഷെ അതുകൊണ്ട് അവർക്ക് ശാരീരികമായി അവര് ഒരു പെണ്ണായി തീർന്നു. പക്ഷെ
അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് വളർന്നു എന്ന് പറയാൻ അനുഭവത്തിൽ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഫുഖഹാക്കൾക്കിടയിൽ വലിയ ചർച്ചയുണ്ട്. ഏതായാലും ഇവിടെ പറയുന്നത് പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികൾ മുതിർന്നവരുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അനുവാദം ചോദിക്കണം എന്നാണ്. ഈ അനുവാദം ചോദിക്കണമെന്ന് അവരോട് പറയുകയല്ല ചെയ്യുന്നത്, പകരം അവരനുവാദം ചോദിക്കട്ടെ എന്ന് മുതിർന്നവരോട് പറയുകയാണ്. അഥവാ അവരെ അങ്ങനെ പ്രേരിപ്പിക്കണം, അത് ശീലിപ്പിക്കണം. അഥവാ കുട്ടികളെ വളർത്തുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ ദീനീ നിയമങ്ങളുടെ ഒരു അനുസരണ വ്യവസ്ഥയിൽ അവരെ പരിശീലിപ്പിച്ചെടുക്കണം എന്ന് മുതിർന്നവരോട് പറയുകയാണ് ചെയ്യുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് നിർബന്ധമാണോ അതല്ല ഐച്ഛികമാണോ എന്നൊക്കെയുള്ള ചർച്ച ഉണ്ട്. ഏതായാലും അതിൽ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകാതെ നോക്കൽ നിർബന്ധമാണ്. അതെന്താണ്? അത് മുതിർന്നവരുടെ നഗ്ന ശരീരം അല്ലെങ്കിൽ സാധാരണഗതിയിൽ വെളിപ്പെടുത്താത്ത ഭാഗങ്ങൾ കുട്ടികൾ അല്ലെങ്കിൽ ഭൃത്യന്മാർ കാണാൻ ഇടവരാതിരിക്കുക എന്നുള്ള നോക്കല് മുതിർന്നവർക്ക് നിർബന്ധമാണ്. അപ്പോൾ വാതില് കുറ്റിയിടുക പോലെയുള്ള സംഗതികളൊക്കെ വരും. 3 സമയങ്ങളാണ് അള്ളാഹു അതിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന്, മിൻ ഖബലി സലാത്തിൽ ഫജ്രി, ഫജ്ർ നമസ്കാരത്തിൽ എന്ന് പറഞ്ഞാൽ സുബൈക്ക് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് കുട്ടികൾ മുതിർന്നവരുടെ മാതാപിതാക്കളായാലും അല്ലെങ്കിലും ശരീരം വേണ്ടത്ര മറക്കാത്ത കോലത്തിൽ കാണാൻ ഇടവരരുത് എന്നർത്ഥം. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായിട്ട് തന്നെ അത്തരം ചില സംഭവങ്ങളും മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഭാര്യമാര് പലരും കൃത്യന്മാരുടെ കാര്യത്തിലും അതുപോലെ കുട്ടികളുടെ കാര്യത്തിലും ഒക്കെ പരാതി പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇറങ്ങിയത് എന്ന് മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അതിലൊന്നാണ് സുബൈക്ക് മുമ്പ്. വഹീന തളഊന സിയാബക്കും മിനൽ ദഹീറ, പുറത്തു പോകുമ്പോൾ മനുഷ്യര് മേൽവസ്ത്രം, അറബികൾ പ്രത്യേകിച്ചും അടിവസ്ത്രത്തിന്റെ മേലെ പിന്നെ ഒരു മേൽവസ്ത്രവും കൂടി ധരിച്ചുകൊണ്ടാണ്. ഈ സൗബ് എന്ന് പറഞ്ഞത് ആ കന്തൂറ, അതിനാണ് സൗബ് എന്ന് പറയാം. മേൽവസ്ത്രമാണ്. അതിന്റെ അടിയിൽ വേറെ ശരീരവുമായി ചേർന്ന് വിൽക്കുന്ന വസ്ത്രങ്ങൾ വേറെ ഉണ്ടാകും. അപ്പൊ ആ മേൽവസ്ത്രം ഊരി വെക്കും. ഈ ഉച്ചക്ക് വിശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അകത്ത് കടന്നാൽ തന്നെ അത് ഊരി വെക്കും, മറ്റുള്ള ആളുകൾ ഇല്ലെങ്കിൽ. അങ്ങനെയുള്ള മേൽവസ്ത്രമൊക്കെ ഊരി വെച്ച് അടിവസ്ത്രങ്ങൾ മാത്രമുള്ള അവസ്ഥയിൽ കിടന്നുറങ്ങുകയോ ഒക്കെ ചെയ്യുന്ന സമയം എന്നാണ് ഉദ്ദേശം. അഥവാ അങ്ങനെ ആ വസ്ത്രം ഊരി വെക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ അതിന് പ്രസക്തി ഇല്ല എന്ന് മാത്രം. എല്ലാവരും ഉച്ചക്ക് ഉറങ്ങിക്കൊള്ളണം എന്നില്ലല്ലോ. അതുകൊണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ്. അമിമ്പാതി സലാത്തിൽ ഇശാ നമസ്കാരത്തിന്റെ ശേഷവും. ഇശാ നമസ്കാരത്തിന്റെ ശേഷം എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്, കിടന്നതിന്റെ ശേഷം. ഇശാ കഴിഞ്ഞാൽ കിടക്കണം എന്നാണല്ലോ റസൂലുള്ളാഹിന്റെ മാതൃക. ഇങ്ങനെ ഉള്ള 3 സമയങ്ങളിൽ കുട്ടികൾ അനുവാദം ചോദിക്കാൻ അവരെ പഠിപ്പിക്കണം, അവരെ ശീലിപ്പിക്കണം. അതിനുള്ള സംവിധാനം, വാതിലിന് ലോക്ക് പോലെയുള്ളത് ഉണ്ടാക്കണം എന്നൊക്കെ അർത്ഥം. സലാസ് ഔറാത്തിലേക്കും, ഇത് 3 സ്വകാര്യതകളാകുന്നു. അഥവാ ഔറത്ത് എന്നുള്ള വാക്ക് മറക്കേണ്ട നഗ്നത എന്നതിന് ഉപയോഗിക്കും. അതുപോലെ ആപത്തണഞ്ഞിട്ട് കാണാൻ ഇഷ്ടപ്പെടാത്ത കാഴ്ചകൾ മറ്റുള്ളവർ കാണുക എന്ന അവസ്ഥയ്ക്കൊക്കെ പറയും. നാശമുണ്ടാകുമ്പോൾ അങ്ങനെയാണ്, അത് കാണാൻ ഇഷ്ടപ്പെടാത്ത കാഴ്ചയാണ്. അതുപോലെ ശരീരം നഗ്നമാകുക എന്നതും ആളുകൾ കാണാൻ ഇഷ്ടപ്പെടാത്ത കാഴ്ചയാണ്. രണ്ടിനും ഔറത്തും. ഇന്ന ബുയൂത്തന ഔറത്തുൻ, സൂറത്തുൽ അഹ്സാബിൽ മുനാഫിക്കുകൾ കള്ളത്തരത്തിൽ ഒഴിവ് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞെടുത്ത് യഖൂലൂന ഇന്ന ബുയൂത്തന ഔറത്തുൻ വമാ ഹിയ ബിഔറ, വീട് പ്രശ്നമാണെന്ന് അവർ പറയുന്നു, അത് പ്രശ്നമല്ലാതിരിക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സലാസ് ഔറാത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 സ്വകാര്യതകളാക്കുന്നു. ലൈസ അലൈക്കും വല അലൈഹിം ജുനാഹുൻ ബഅദഹു, അതല്ലാത്ത സമയങ്ങളിൽ, അഥവാ ഇങ്ങനെ വസ്ത്രം ഊരി വെക്കുന്ന അവസ്ഥ ഇല്ലാത്ത സമയങ്ങളിൽ അവർക്ക്, ഈ ഭൃത്യന്മാർക്കും അതുപോലെ കുട്ടികൾക്കും, പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികൾക്കും അനുവാദം ചോദിച്ച് കടക്കുക എന്ന് പറയുന്നതൊന്നും ആവശ്യമില്ല. പകരം തവാഫൂന അലൈക്കും, അവര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങി, ആ റൂമിലും കയറി മറ്റേ ചോദിച്ചു, ഇയാൾക്ക് കൊടുത്തു, ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരവസ്ഥയാണല്ലോ ഒരു വീട്ടിലുണ്ടാകുക. അപ്പൊ അവിടെയൊക്കെ ഓരോ സമയത്തും ഇങ്ങനെ അനുവാദം ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, അത് വലിയ ശല്യമായിരിക്കും. ഒന്ന് കിടന്നുറങ്ങാൻ പോലും കഴിയില്ല ചിലപ്പോൾ. കാരണം അനുവാദം ചോദിക്കൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ ആവശ്യമില്ല, അത് കുറ്റമില്ല എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല എന്നർത്ഥം. തവാഫുന അലൈക്കും ബഅദുക്കും ബഅദ് കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അപ്രകാരം അള്ളാഹു ആയത്തുകൾ വിവരിച്ചു തരുന്നു. വല്ലാഹു അലീമുൻ ഹകീം. ഇതൊക്കെ അള്ളാഹു താല പറഞ്ഞു തരുന്നത് മനുഷ്യരെ സംബന്ധിച്ചുള്ള അള്ളാഹുവിന്റെ പരിപൂർണമായ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും
അടിസ്ഥാനത്തിലാണ് എന്നർത്ഥം. അങ്ങനെ കുട്ടികൾ അനുവാദം ചോദിച്ചിങ്ങനെ വളർന്നു വരുമ്പോൾ ഈ മൂന്ന് സമയങ്ങളിലേ അവർക്ക് കൺട്രോൾ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ അവർ പ്രായപൂർത്തി എത്തിയാൽ അതാണ് പിന്നെ പറയുന്നത്. വൈദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലുമ, ഈ കുട്ടികൾ പ്രായപൂർത്തി എത്തിയാൽ ഫൽയസ്തഅ്ദിനു കമസ്തഅ്ദനല്ലദീന മിൻ ഖബ്ലിഹിം, അവർ അനുവാദം ചോദിക്കട്ടെ, അവർക്ക് മുമ്പുള്ളവർ അനുവാദം ചോദിച്ചിരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അവർക്ക് മുമ്പ് പ്രായം തികഞ്ഞവർ അനുവാദം ചോദിച്ചിരുന്നത് പോലെ അവർ അനുവാദം ചോദിക്കട്ടെ. അപ്പോഴും ഭൃത്യന്മാരുടെ കാര്യം ഒഴിവാക്കിയിരിക്കുന്നു. കുട്ടികൾ മുതിർന്നവർ ആയാൽ അവർ മറ്റു മുതിർന്നവരെ പോലെ അവരും അനുവാദം ചോദിക്കണം. എപ്പോൾ? ഈ മൂന്ന് സമയങ്ങളിൽ അല്ലാത്തപ്പോഴും നടത്തും. നേരത്തെ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതിക്കും ഹത്താ തസ്തഅ്നിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ എന്ന നിയമമാണ് അപ്പോൾ ബാധകമാക്കുക. അത് പ്രാവർത്തികമാക്കട്ടെ ഈ ആളുകൾ എന്നാണ് ഇവിടെ അത് വീണ്ടും പറഞ്ഞതിന്റെ അർത്ഥം. അഥവാ അവർക്ക് മുതിർന്നവരുടെ നിയമം തന്നെയായിരിക്കും. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി, അപ്രകാരം അള്ളാഹു അവന്റെ ആയത്തുകൾ വിവരിച്ചു തരുന്നു. വല്ലാഹു അലീമുൻ ഹക്കീം, അത് അള്ളാഹുവിന്റെ പൂർണ്ണമായ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അത് എന്തിനാണ് എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നും. അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അള്ളാഹു നിയമം പറയുന്നിടത്തൊക്കെ അള്ളാഹു താല അധികം ഉപയോഗിക്കുന്ന വാക്കാണ് വക്കാന അല്ലാഹു അലീമൻ ഹക്കീമ, വല്ലാഹു അലീമുൻ ഹക്കീം എന്നൊക്കെ. അതിന്റെ ഉദ്ദേശ്യം അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ അവന്റെ പരിപൂർണമായ അറിവിന്റെയും അവന്റെ യുക്തിജ്ഞാനത്തിന്റെയും, അഥവാ എങ്ങനെ വേണമെന്ന് അവന് നന്നായിട്ട് അറിയാം, അതനുസരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നർത്ഥം. ഇങ്ങനെ അള്ളാഹുവിന്റെ ദീന് വീട്ടിൽ നടപ്പിലാക്കുക, അതാണ് ഈ ആയത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ദീന് ഇമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും, അത് നമുക്ക് അധികാരമുള്ളിടത്ത് വലയിൽ മക്കന്നാഹും ഫിൽ അർളി അഖാമുസ് സ്വലാത്ത വആതു സക്കാത്ത വഅമറൂ ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകരി. സൂറത്തുൽ ഹജ്ജിൽ മുഅ്മിനീങ്ങൾക്ക് അധികാരം കിട്ടിയാൽ അവര് നന്മ കൽപ്പിക്കും, നമസ്കാരം നിലനിർത്തും, സക്കാത്ത് കൊടുക്കും, നന്മ കൽപ്പിക്കും, തിന്മ തടയും എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ഭരിക്കുന്ന നമ്മുടെ പ്രദേശത്ത് ദീന് നടപ്പിലാക്കുമ്പോൾ അതിൽ സദാചാര വ്യവസ്ഥ നടപ്പിലാക്കുന്നതിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് പരസ്പരം വ്യത്യസ്തരായ ആളുകൾ, മുതിർന്നവരും കുട്ടികളും ഒക്കെ ഇടപഴകുമ്പോൾ പാലിക്കേണ്ട അതിർവരമ്പുകൾ ശീലിപ്പിക്കുക. കുട്ടികളെ കാര്യത്തിൽ കുട്ടികളല്ല ഇത് ചെയ്യേണ്ടത്, അവരിത് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് പണ്ഡിതന്മാര്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇ സിനീൻ വദ്രിബൂഹും അലൈഹ വഹും അബ്നാഉ അശ്രി സിനീൻ. പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് 7 വയസ്സാകുമ്പോൾ നമസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായ നമസ്കരിച്ചില്ലെങ്കിൽ ചെറുതായിട്ട് അടിക്കുകയൊക്കെ വേണം. അപ്പോഴൊന്നും അല്ലാഹു തആല അവരെ ശിക്ഷിക്കുകയില്ല. പ്രായപൂർത്തി എത്തുമ്പോഴേ നമസ്കരിക്കാത്തതിന്റെ പേരിൽ ശിക്ഷിക്കുകയുള്ളൂ. അതുവരെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ് ഉള്ളത് എന്ന് പറയുന്നത് പോലെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പോറ്റുന്നവർക്ക് ഉള്ള ഒരു ഉത്തരവാദിത്തമായിട്ടാണ് അവർക്ക് അധികാരമുള്ളിടത്ത് അള്ളാഹുവിന്റെ ദീന് നടപ്പിലാക്കുക എന്ന ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇത് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ സദാചാര സംവിധാനം നടപ്പിലാക്കണം എന്നാണ്. ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വീട്ടിന്റെ അകത്തളങ്ങളിൽ പോലും ഇസ്ലാമിന്റെ ധാർമ്മിക സദാചാര മൂല്യങ്ങൾ പാലിക്കണം, അത് കുട്ടികളെ ശീലിപ്പിക്കണം എന്നാണ്. അത് ഇവിടെ ചേർത്ത് വെച്ചതിന്റെ താല്പര്യം ഇസ്ലാമിന്റെ ഇമക്കിനന്ന ലഹും ദീനഹും ലഹും, അള്ളാഹ് തൃപ്തിപ്പെട്ട് നൽകിയ ദീന് നടപ്പിലാക്കി കൊടുക്കാൻ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ആ അനുസരണ സംവിധാനം അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറണം. അങ്ങനെ കൊച്ചുകുട്ടികൾ പോലും ഒരു നിയമബദ്ധതയായി ജീവിക്കുന്ന ഒരവസ്ഥ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന് ചേർന്ന് വരാനാണ്. അതൊക്കെ പറഞ്ഞതിന്റെ ശേഷം ഇതിവിടെ പറയുന്നത്. ഇനിയും അതിലേക്ക് ചേർത്ത കാര്യങ്ങൾ തന്നെയാണ് സൂറത്തിന്റെ അവസാനം വരെ വരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بلاغا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين. الحمد لله رب العالمين.